കേന്ദ്ര ഗവൺമെന്റിന്റെ 11ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ചെറുവണ്ണൂരിൽ എ.കെ. നാരായണൻ നായർ സേവാ ട്രസ്റ്റും കനറ ബാങ്കും സംയുക്തമായി കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളിലേക്കായി ഗുണഭോക്താക്കളെ ചേർക്കൽ ക്യാമ്പും സൗജന്യ സേവനത്തിനായി സേവാ ട്രസ്റ്റ് നൽകുന്ന ഫ്രീസറിന്റെ സമർപ്പണവും സംഘടിപ്പിച്ചു. പരിപാടി പയ്യോളി മുനിസിപ്പാലിറ്റി പോസ്റ്റ് ഓഫീസ് വഴി അതിൽ ചേരുവാണെങ്കിൽ ഒരു 500 രൂപയാണ് മാസം വർഷത്തിൽ അടയ്ക്കേണ്ടത്. അതുപോലും അതിനുപോലും ചേരാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, എൻ്റെ പയ്യോളി മുനിസിപ്പാലിറ്റി 36ാം ഡിവിഷനിൽ ഇൻഷുറൻസിന് 100% ആയിട്ടിരിക്കുകയാണ്. ഇൻഷുറൻസിന് ചേർന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട്, കാരണം അവരെ ഇതുപോലെ ക്യാമ്പ് എന്നല്ല, എൻ്റെ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ട് അതിന് ബാങ്കുകാരും അതിനെ സംസാരിച്ചിട്ട് അവരെല്ലാവരും അതിൽ ചേർന്ന് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പം നമ്മുടെ ഇത്രയും നമ്മുടെ ആനുകൂല്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്യുമ്പോൾ അതിന് എല്ലാവരും കൂടി ചേർന്ന് അതിനോട് യോജിച്ചു പോകണം. എന്നാലാണ് നമ്മുടെ ജീവിതം. ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം ഇവരെ അധ്യക്ഷൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് പൈസ എന്നുള്ളത്. അപ്പം അനുഭവത്തിലൂടെ എൻ്റെ വാർഡെന്ന് പറയില്ല, പയ്യോളിയിൽ തന്നെ നമ്മുടെ മുന്നിലൊരു വന്നിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടുകൊണ്ടത് മരിച്ചു കഴിഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് ഒരു 5 പൈസ ഒരു സ്ഥലത്ത് ഒരു ദിനത്തിലല്ല, അയാളൊരു ഇലക്ട്രിക് ഇതൊക്കെ മൈക്ക് സെറ്റ് കൊണ്ടുവന്ന ആളായിരുന്നു. അപ്പോൾ ഇപ്പോഴുള്ള പ്രധാനമന്ത്രി നമുക്ക് ഇത്രയും നമ്മെ സംബന്ധിച്ച് ചെറുവണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ ആലക്കാട്ട് നാരായണൻ നായർ സേവാ ട്രസ്റ്റ് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ 3 വർഷമായി ഈ പ്രദേശത്ത് സജീവമായി നിൽക്കുന്ന ഒരു ട്രസ്റ്റാണ്. ഏറ്റവും വലിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ട്രസ്റ്റ് ഇന്ന് നടത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ ആളുകൾക്ക് ഇന്ത്യയിലെ ഇപ്പോഴും 23% ആളുകൾക്ക് മാത്രമാണ് ഇപ്പോഴും ഇൻഷുറൻസ് കവറേജ് ഉള്ളത്. നിരവധി ഗുണഭോക്താക്കൾ പങ്കെടുത്ത ചടങ്ങിൽ ടി.എം. ഹരിദാസ്, എ.കെ. രാമചന്ദ്രൻ, എം. സായിബാസ്, കെ.പി. സുനി എന്നിവർ സംസാരിച്ചു. എം. പ്രകാശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എം. അശോകൻ നന്ദി പറഞ്ഞു. സുബിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര.